അപ്പൊ തുടങ്ങാല്ലേ? എന്തെങ്കിലൊക്കെ ഉണ്ടാക്കാൻ തോന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് അപ്പം തന്നെ ഉണ്ടാക്കണം, അല്ലെങ്കിൽ പിന്നെ ഉണ്ടാക്കൽ എടുക്കൂല. ഇപ്പൊ ഉണ്ടാക്കാൻ തോന്നാനുള്ള മെയിൻ റീസൺ ഇതാണ്. പണ്ട് പറഞ്ഞാൽ നമ്മുടെ കോവിഡിന്റെ സമയത്ത് അന്ന് എല്ലാവർക്കും ഉണ്ടായിരുന്ന പോലെ ഇക്കുണ്ടായിരുന്നു ചെറുതായിട്ട് കേക്ക് ഉണ്ടാക്കുന്ന ഒരു ഭ്രാന്ത്. അത് കഴിഞ്ഞപ്പോൾ റാക്കിന്റെ മേലെ കയറ്റിച്ചാണ് ഇതൊക്കെ ബീറ്ററൊക്കെ എടുത്ത് നോക്കിയപ്പോൾ വർക്കിംഗ് പ്രിൻസിപ്പിളൊക്കെ ഓക്കെ. അപ്പോൾ എനിക്ക് തിന്നാനുള്ള ക്രെയിംസ് എല്ലാം കൂടുതൽ ഈ ബീറ്റർ യൂസ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം. അതാണ് എൻ്റെ മെയിൻ പരിപാടി. അതിനാകെപ്പാട് എൻ്റെ കയ്യിലുള്ളത് ഈ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. ഒരു പാക്കറ്റ് പാൽ പോലും എടുത്തില്ല. ഈ കസ്റ്റാർഡ് മിൽക്ക് മേടുള്ള ധൈര്യത്തിലാണ് ഞാനിപ്പോൾ നിന്നത്. അപ്പം ഉണ്ടാക്കാൻ ഒരു ഐസ്ക്രീം. സോ ലെറ്റ് സ്റ്റാർട്ട്. വെള്ളം തിളപ്പിക്കാൻ വെക്കണ്, അതിലേക്ക് പാൽപ്പൊടി ഇടണ്, അതിന് കുറച്ച് മാറ്റിയിട്ട് അതിലേക്ക് കസ്റ്റാർഡ് പൊടിയിട്ട് മിക്സ് ആക്കുക, എന്നിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കുക. അത്രേ ഉള്ളൂ. എന്നിട്ട് നമ്മുടെ കസ്റ്റാർഡ് തണുക്കണ വരെ ഫ്രിഡ്ജിലാണ് വെക്കുക. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് പഞ്ചാര പൊടിച്ച് വെച്ചേക്കണ്. ഇനി ഈ തണുത്തിട്ട് ഉടച്ചിട്ടുള്ള കസ്റ്റാർഡിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് ഇതുപോലെ മിക്സിയിൽ ഇട്ടിട്ട് അടിച്ചെടുക്കുക. ഇത്രേ ഉള്ളൂ, കഴിഞ്ഞു. ഇനിയുള്ള കാര്യങ്ങളൊക്കെ തികച്ചും ഓപ്ഷനലാണ്. ഈ ബീറ്റർക്ക് എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് യൂസ് ആക്കണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുന്നത്. ഇനി ഇതിൽ കൂടെ വിപ്പിംഗ് ക്രീം ഒക്കെ ഉണ്ടെങ്കിൽ സെറ്റ് ആയിരുന്നു കേട്ടോ. ഇന്ത്യക്ക് അതൊന്നുമില്ല. ഞാൻ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് അതിൻ്റെ ഇടയിൽ കൂടെ ഒറിജിനൽ ഐസ്ക്രീം ഞാൻ പോയി തന്നു. ഒരു ഓവർനൈറ്റ് ഫുള്ള് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം കൊണ്ട് സാധനം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇന്നൊന്നില്ലാത്തൊരു സന്തോഷം. ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് ഞാൻ ഇങ്ങനെയെങ്കിലും ഒപ്പിച്ചെടുത്തില്ലേ. ഇതിങ്ങനെ സ്കൂപ്പ് ചെയ്തെടുക്കാൻ എനിക്ക് തീരെ അറിയില്ല. എന്നാലും ഞാൻ ഇങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ എൻ്റെ അമ്മ പറഞ്ഞ ഐഡിയ പ്രകാരം ഞാൻ ഈ സ്പൂൺ അങ്ങോട്ട് മാറ്റി. ഏകദേശം നമ്മൾ സ്കൂപ്പ് ചെയ്തൊക്കെ റെഡി ആയിട്ടുണ്ട്. എന്നാലും എന്തൊക്കെയോ എവിടേക്കോ ഒരു തകരാറ് പോലെ. ഈ ബൗളിന് കുറച്ച് വലിപ്പം കൂടി ഉണ്ടാ തോന്നുന്നു. ഞാൻ നൈസായിട്ട് ആ ബൗൾ മാറ്റിയതാ ഈ ബൗളാക്കി. ഇപ്പൊ ഓക്കെ. ഇതിന് വേണമെങ്കിൽ ഐസ്ക്രീമിന്റെ വകയിലുള്ള ഏതോ ഒരു അമ്മാവനാക്കാം. സാധനം എന്തായാലും അടിപൊളിയായിട്ട്.